1946 ജൂലൈ 28 ഭരണങ്ങാനം FCC കോൺവെൻറ്റിലെ 36 വയസ്സുള്ള ഒരു കന്യാസ്ത്രീ അന്തരിച്ചു. ഏറെക്കാലം രോഗപീഠകളാൽ ദുരിതം അനുഭവിച്ച് വിട പറഞ്ഞ ആ സഹോദരിയുടെ അന്ത്യയാത്രയിൽ പങ്കെടുക്കാൻ 2-3 ഡസൻ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു യുവ കന്യാസ്ത്രീ മരിച്ചു എന്നതിനപ്പുറം അതിനൊരു വാർത്താ പ്രാധാന്യവും ഇല്ലായിരുന്നു. കർമ്മലിത്ത സന്യാസ സഭയിലെ റോമുളൂസ് അച്ഛനായിരുന്നു വർഷങ്ങളായി അവളുടെ ആത്മീയ ഗുരു. ജീവിതത്തിൽ താൻ അനുഭവിച്ചിരുന്ന ആത്മീയ, മാനസിക, ശാരീരിക വിഷമങ്ങളെല്ലാം അൽഫോൻസ റോമുളൂസ് അച്ഛനുമായി പങ്കുവയ്ക്കുമായിരുന്നു, ഉപദേശം തേടുകയും ചെയ്തിരുന്നു. അങ്ങനെ മറ്റാരേക്കാളും ആഴത്തിൽ അൽഫോൻസയെ മനസ്സിലാക്കിയിരുന്ന അച്ഛൻ അവിടെ നടത്തിയ ചരമപ്രസംഗം വളരെ കൃത്യമായൊരു പ്രവചനം പോലെ ചരിത്ര പ്രസിദ്ധമായി. കേരള കത്തോലിക്ക സഭയിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ ആദ്യ വിശുദ്ധയായ അൽഫോൻസാമ്മയ്ക്ക് വിട ചൊല്ലിക്കൊണ്ട് ഫാദർ റോമുളൂസ് സിയുമായി നടത്തിയ പ്രസംഗം ഇതാണ്: ഒരു യുവകന്യകയുടെ ശവസംസ്കാരത്തിനായിട്ടാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. ധനികയായ ഒരു കുടുംബിനി, ബിരുദധാരിണി, കവയിത്രി, കഥാകാരി, സിനിമാ താരം എന്നീ നിലകളിൽ ലോകത്തിന് മഹത്തായ സേവനങ്ങൾ അനുഷ്ഠിക്കുകയും ലോകപ്രശസ്തി നേടുകയും ചെയ്യാൻ കഴിവുണ്ടായിരുന്ന ഈ യുവതീ രത്നം അവളുടെ ജീവിതകാലം മുഴുവൻ കന്യകാലയത്തിൻ്റെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ ലോകത്തിന് മഹത്തരമെന്ന് കരുതുവാൻ സാധിക്കുന്ന യാതൊന്നും ചെയ്യാനാവാതെ രോഗശയ്യയിൽ കഴിച്ച് ജീവിതം പാഴാക്കി മരണമടഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. ബഹുജനദൃഷ്ടിയിൽ ഇപ്രകാരം നിഷ്പ്രയോജനമായി ജീവിതം അവസാനിപ്പിച്ചു എന്നതിന് തെളിവല്ലയോ ഞാനിവിടെ കാണുന്ന തുച്ഛമായ ഈ ആൾക്കൂട്ടം? എന്നാൽ ഈ കന്യകയെ ഏറ്റവും അടുത്തറിഞ്ഞിട്ടുള്ള ചുരുക്കം ചില ആളുകളിൽ ഒരാൾ എന്ന നിലയിൽ ഞാൻ പറയുന്നു, എൻ്റെ ഹൃദയത്തിൻ്റെ അത്യഗാധമായ വിശ്വാസത്തിൽ നിന്ന് ഞാൻ പറയുന്നു, കേരളത്തിലെന്നല്ല ഭാരതത്തിൽ തന്നെ ഈ 2000 വർഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഉത്കൃഷ്ട വ്യക്തികളിൽ ദൈവസമക്ഷം വരെ മാഹാത്മ്യം നേടിയ ഒരു പുണ്യ കന്യകയുടെ ശവസംസ്കാരത്തിലാണ് നാം പങ്കുകൊള്ളുന്നത്. അവളുടെ ആന്തരിക മഹത്വം ശരിക്ക് ഗ്രഹിച്ചിരുന്നുവെങ്കിൽ കേരളം ദർശിച്ചിട്ടുള്ളതിലേക്കും വമ്പിച്ച വിശ്വാസികളുടെ ഒരു കൂട്ടം മാത്രമല്ല, ബഹുശതം വൈദികരും ഭാരതത്തിലെ മെത്രാന്മാർ തന്നെയും ഇന്നിവിടെ സന്നിഹിതരാകുമായിരുന്നു. ഈ കന്യകയുടെ പൂജ്യ ശരീരത്തെ ഒരു നോക്ക് കാണുന്നതിന്, ഇവൾ ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും വസ്തു ലഭിക്കുന്നതിന്, മൃതശരീരത്തെ എന്തെങ്കിലും തൊടുവിച്ച് പൂജ്യ സാധനങ്ങളായി തലമുറകൾ വരെയും സൂക്ഷിക്കുന്നതിന് ജനസമൂഹം അഹമഹമികയാ തിങ്ങിക്കൂടുമായിരുന്നു. ലിസ്യു മഠത്തിൻ്റെ ഭിത്തിക്കുള്ളിൽ ജീവിച്ച വിശുദ്ധ കൊച്ചു ത്രേസ്യ അവളുടെ ജീവിതകാലത്ത് എത്ര കണ്ട് അജ്ഞാതയായിരുന്നു. അവളുടെ ശവസംസ്കാരം എത്ര കണ്ട് അനാഡംബരമായിരുന്നു. എന്നാൽ ഇന്ന് അവൾ ലോകപ്രസിദ്ധയായി തീർന്നിരിക്കുകയല്ലേ? അവളുടെ മധുര സ്മരണ തന്നെ എത്ര കോടി ജനങ്ങളെ ഇന്നും ആനന്ദം കൊണ്ട് പുളകം കൊള്ളിക്കുന്നു. നാം ഇപ്പോൾ ഭൂദാനം ചെയ്യുവാൻ പോകുന്ന ഈ യുവകന്യകയുമായി അടുത്ത് പരിചയപ്പെട്ടിട്ടുള്ള ഒരുവൻ എന്ന നിലയിൽ മാനുഷികമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള വിധം ഞാൻ പറയുന്നു, വിശുദ്ധ കൊച്ചു ത്രേസ്യയേക്കാൾ അത്ര പിന്നിലല്ലായിരിക്കും ജീവിത വിശുദ്ധി കൊണ്ട് അൽഫോൻസായും എന്ന്. സ്വഭാവാതീതവും ദൈവികവുമായ വിഷയങ്ങൾ വിവരിക്കുന്നതിന് ഭൗതികവും മാനുഷികവുമായ ഭാഷയും ശൈലികളും തികച്ചും അപര്യാപ്തമത്രേ. തന്മൂലം ഈ പുണ്യകന്യകയുടെ ജീവിതമാഹാത്മ്യവും ആധ്യാത്മിക സിദ്ധികളും അവളിലുള്ള പ്രസാദപരത്തിൻ്റെ പ്രവർത്തനങ്ങളും ശരിക്ക് വിശദീകരിച്ച് കാണിക്കുവാൻ ഒരു സ്വർഗഭാഷയും ഒരു സ്വർഗദൂതനും ആവശ്യം തന്നെ. തുടർന്ന് അൽഫോൻസായുടെ സംക്ഷിപ്ത ജീവചരിത്രം, അവളുടെ ആത്മബലി, രോഗപീഠകൾ, സഹനം, ഉജ്ജ്വലത്തായ ദൈവസ്നേഹം, ജീവിതകാലത്തെ ഏതാനും അത്ഭുതകരങ്ങളായ സംഭവങ്ങൾ മുതലായവ പ്രസംഗകൻ വിവരിച്ച ശേഷം മൃതശരീരത്തിന് സമീപം സന്താപമഗ്നനായി നിലകൊണ്ടിരുന്ന അൽഫോൻസാമ്മയുടെ പിതാവിനെയും കണ്ണുനീർ ചൊരിഞ്ഞ് വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ട് നിന്നിരുന്ന അവളുടെ ജ്യേഷ്ഠത്തെയും കന്യകാലയ സഹോദരികളെയും നോക്കിക്കൊണ്ട് പ്രസംഗകൻ ഇപ്രകാരം ഉപസംഹരിച്ചു: ആകയാൽ ഈ പുണ്യചരിതയുടെ ദേഹവിയോഗത്തിൽ ആരും ദുഃഖിക്കേണ്ട, ആരും കരയേണ്ട. ഈ കന്യകയോട് അടുത്ത് പരിചയപ്പെടാനിടയായത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഞാൻ ഈ പുണ്യാത്മാവിനെ ഏറ്റവും വിലമതിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവളുടെ വേർപാടിൽ അല്പമാത്രമായ ദുഃഖം പോലും എനിക്ക് തോന്നുന്നില്ല. മറിച്ച് എൻ്റെ ഹൃദയം അവാച്യമായ ആനന്ദവികാരങ്ങളാൽ തിങ്ങി വിങ്ങുകയാണ്. ഈ മരണത്തോടെ അവളുടെ തുടർച്ചയായ ദുരിതങ്ങൾ അവസാനിച്ചല്ലോ എന്നുള്ള ചിന്ത കൊണ്ടല്ല, പ്രത്യുത നമ്മുടെ ഏറ്റവും അടുത്ത ഒരു മധ്യസ്ഥതയെ സ്വർഗത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ്. ആകയാൽ പരേതയുടെ വത്സല പിതാവെ, ദുഃഖിക്കേണ്ട. ഈ പുണ്യാത്മാവിൻ്റെ പിതൃത്വം ലഭിച്ചതിൽ ആനന്ദിക്കുക. ഒരു പുണ്യകന്യകയുടെ സഹോദരിയാകാൻ ഭാഗ്യം ലഭിച്ചവളെ, കരയേണ്ട, സന്തോഷിക്കുക. കന്യകാലയ സഹോദരികളെ, കണ്ണുനീർ ചൊരിയേണ്ട. ഈ വീരകന്യകയോടുകൂടി വസിക്കുന്നതിനും ഇവളെ പരിചരിക്കുന്നതിനും ഭാഗ്യം ലഭിച്ചതിൽ ആഹ്ലാദിക്കുക. ഇവൾ വസിച്ച കന്യകാമഠം ഭാഗ്യപ്പെട്ടത്.
ഇവളുടെ പൂജ്യ ശരീരം അടക്കം ചെയ്യപ്പെടുന്ന ഈ ഭരണങ്ങാനം ഗ്രാമം ഭാഗ്യപ്പെട്ടത്. ദൈവം തിരുമനസ്സാകുന്നുവെങ്കിൽ ഭരണങ്ങാനം ഭാരതത്തിൻ്റെ ലിസ്യുവായി പരിണമിക്കും. കേരളത്തിൻ്റെ എന്നല്ല, ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് തീർത്ഥാടകർ ഇവളുടെ നിർമ്മല ശരീരം ഉൾക്കൊള്ളുന്ന കുഴിമാടം സന്ദർശിക്കും. ഭാരതത്തിലെ മെത്രാന്മാരെന്നല്ല, ദൈവം തിരുമനസ്സാകുന്ന പക്ഷം പതിനാളന്മാർ തന്നെ ഇന്നജ്ഞാതയായ ഈ കന്യകയുടെ കുഴിമാടം സന്ദർശിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെയെങ്കിൽ ആത്മശാന്തിക്കായുള്ള ഈ കർമ്മങ്ങളുടെ അർത്ഥമെന്ത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. വ്യക്തിപരമായി ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നത് ഈ കന്യകാരത്നത്തിൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാനല്ല, മറിച്ച് സ്വർഗസ്ഥിതയായ അവളുടെ മാധ്യസ്ഥ്യം അപേക്ഷിക്കാനാണ്. എന്നാൽ അപ്രമാദയായ തിരുസഭയുടെ നയം അതല്ല. ഈ സഹോദരിയിൽ എന്തെങ്കിലും അല്പമാത്രമായ അപൂർണതയോ ലഘുന്യൂനതയോ ഉണ്ടായിരുന്നുവെങ്കിൽ മനുഷ്യന് ഇവയെ നിശേഷം വിട്ടൊഴിഞ്ഞ് ജീവിക്കുക സാധ്യമല്ലല്ലോ. അവയ്ക്ക് പരിഹാരം ലഭിക്കുന്നതിനായി ഈ കർമ്മത്തിനിടയിലും നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട റോമുളസ് അച്ഛൻ എങ്ങനെയോ വിവരമറിഞ്ഞ് മുത്തോലിയിൽ നിന്ന് ഭരണങ്ങാനത്ത് എത്തിയാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തതും ഈ പ്രസംഗം നടത്തിയതും. അദ്ദേഹം നടത്തിയ പ്രവചനം ഭാഗികമായി നിവൃത്തിയാകുന്നത് കാണാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു. 1986 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അൽഫോൻസായെ വാഴ്ത്തപ്പെട്ടവൾ ആയി ഉയർത്തി. അടുത്ത വർഷം 81 വയസ്സിൽ അദ്ദേഹം നിര്യാതനായി. മുത്തോലി ആശ്രമത്തിൽ സംസ്കരിക്കപ്പെടുകയും ചെയ്തു.